മക്കളെ, നമുക്കിന്ന് നേന്ത്രപ്പഴവും റവയും കൊണ്ട് നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം. അത് നമുക്ക് രാവിലത്തെ കടിക്ക് പകരമായിട്ടും കഴിക്കാം, വൈകുന്നേരത്തെ ചായക്ക് സ്നാക്കായിട്ടും കഴിക്കാം. അതിന് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുക എന്ന് കാണാം. അതിന് വേണ്ടി ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനത് 4ആയിട്ട് കീറുകയാണ്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. മക്കളെ, ഇത് നമുക്ക് വീട്ടിൽ പഴമും റവയും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്തായാലും ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനുണ്ടാക്കുന്നത് പോലെ അത് നോക്കി ഉണ്ടാക്കിയാൽ മതി. ഇതേപോലെ ഞാൻ പഴമൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഇനി ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് എല്ലായിടത്തും ആക്കി വെക്കാം. ഇപ്പം നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പഴം ചെറുതായിട്ടൊന്ന് ഉടഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് നമുക്ക് പഴം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ചിലത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നന്നായിട്ടൊന്ന് പഴവും നെയ്യും തേങ്ങയും പാടെ മിക്സായി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പഴമും തേങ്ങയും നെയ്യും പാടെ നന്നായിട്ട് ചൂടായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാനിതിലിട്ട് കൊടുത്തിരിക്കുന്നത് ചിരകിയ ശർക്കരയാണ്. ഇതിൽ മണ്ണും കല്ലുപൊടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ചിരകിയിട്ടിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾ വാങ്ങണ ശർക്കരയ്ക്ക് ഒരു മണ്ണോ കല്ലോ എന്തെങ്കിലും ഉണ്ടെന്ന് സംശയമാവുകയാണെങ്കിൽ 1/2 കപ്പോ 1/4 കപ്പോ വെള്ളം ഒഴിച്ച് അത് ഉരുക്കിയിട്ട് തരിച്ചിട്ട് ഇതിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഒന്ന് തിക്കാക്കിയിട്ട് ഒഴിച്ചാൽ മതിയേ. ഇനി ശർക്കരയും പഴവും തേങ്ങയും ഒക്കെ പാടെ മിക്സായി വരട്ടെ. ഞാനിപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തത് 2 അച്ച് ശർക്കരയാണ്. അത്യാവശ്യം വലിപ്പമുള്ള 2 അച്ചാണ്. ഇനിയിപ്പോൾ ചിലവർക്ക് മധുരം കുറച്ചാണ് വേണ്ടി വരിക. അപ്പം നിങ്ങളെ മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചോ കൂടുതലോ എങ്ങനെ വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇപ്പം ശർക്കരയും പഴമും തേങ്ങയും ഒക്കെ പാടെ മിക്സായി ശർക്കരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ഏലക്കപ്പൊടിയൊക്കെ എല്ലായിടത്തും പെടുന്നത് പോലെ ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഏലക്കപ്പൊടി ഇട്ടത് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏലക്കപ്പൊടി ഇട്ടാൽ പ്രത്യേക ഒരു മണമാണല്ലോ, അതുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. മക്കളെ, നെയ്യില്ലെങ്കിലും കുഴപ്പമില്ല, ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. നമുക്ക് കത്തിച്ചിതൊന്ന് തിളച്ച് വരട്ടെ. ഇത് കണ്ടില്ലേ, ഈ വെള്ളം ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. പച്ച റവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനെ വേവിച്ച് കിണ്ടിയെടുക്കണം. മീഡിയം തീ വെച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് റവയൊക്കെ നല്ലപോലെ വെന്ത് കുറുകി വരിക. കണ്ടില്ലേ മക്കളെ, നമ്മുടെ റവ കുറുകി കട്ടിയായി വരുന്നു. ഇത് കണ്ടില്ലേ, ഈ മാവ് ഇപ്പോൾ
റവ ഇപ്പം മാവായിട്ട് കുഴഞ്ഞ് ഉരുണ്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇത് ഇനി മെല്ലെ ഇരുന്ന് നമുക്ക് കൈക്ക് പിടിക്കേണ്ട രീതിയിലൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ മാവ് നമ്മളെ കൈക്ക് പിടിക്കാൻ മാത്രം ചൂടേ ഉള്ളിപ്പം. നല്ലപോലെ ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവിനൊന്ന് കുഴച്ചെടുക്കണം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ ഒന്ന് കുഴച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു വാഴ ഇലയുടെ കഷ്ണം എടുക്കാം. അതിലേക്ക് ഇതിൽ നമുക്ക് ഒരു പിടി മാവ് ഇങ്ങനെ എടുത്ത് നന്നായിട്ട് ഇതേപോലെ ഉരുട്ടിയിട്ട് ഇതിലിങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം. ഇത് കണ്ടില്ലേ മക്കളെ, മാക്സിമം എത്ര പരത്താൻ പറ്റുമോ അത്രയ്ക്ക് ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് മിസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കാം. ഇതിങ്ങനെ നേരെ ഇങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം ഒന്നുകൂടി ഇങ്ങനെ മടക്കുക. ഇപ്പം നമ്മുടെ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന അടയ പോലെ ആയി ഇല്ലേ. ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ എല്ലാ മാവും മിസ്സും പാടെ വാഴ ഇലയിൽ ഇതേപോലെ വെച്ച് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മക്കളെ, ഞാനിതാ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചിതാ ആവി പറന്ന് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇരുന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ പലഹാരം വെച്ചിട്ട് മക്കളെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അയ്യ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇലയൊക്കെ കണ്ടില്ലേ, വാടി ആവി പറന്ന് വരുന്നു. ഇനി നമുക്ക് പാത്രത്തിൽ ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. അയ്യോ, ഇതിപ്പോൾ എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം മക്കളെ, നമ്മൾ പലഹാരത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരെണ്ണം എടുത്ത് പൊളിച്ച് കാണിച്ചു തരാം. തുറന്ന് കാണിക്കാം. കണ്ടില്ലേ, ഇത് നമ്മൾ അടേനെ പോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മളിപ്പോൾ അട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ അരിപ്പൊടിയിലാണ് അട ഉണ്ടാക്കുക, ഇത് റവയിൽ അട ഉണ്ടാക്കി. ടേസ്റ്റൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. റവയുടെ ടേസ്റ്റും മറ്റത് അരിമാവിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും വീട്ടിലും റവ വാങ്ങുന്നതാണല്ലോ. ഈ റവ വാങ്ങുമ്പോൾ ഇതേപോലെ ഒരിക്കൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.